രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും, ധീര രക്തസാക്ഷികൾ, നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായതും ആദ്യമായിട്ട് നമ്മുടെയൊക്കെ പോസ്റ്ററുകളും ഫ്ലക്സുകളുമൊക്കെ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ നാട്ടിൽ വരുന്നതുമൊക്കെ ഒരു വലിയ കൗതുകത്തോടു കൂടി നോക്കി നിന്ന ഒരാളാണ്. രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കളും എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് ഗോദയിൽ സജീവമായി കഴിഞ്ഞു. എന്നോടൊപ്പം ഉള്ളത് രമ്യ ഹരിദാസാണ്. രമ്യ ഹരിദാസിനെ മുൻ MP എന്നുള്ള നിലയ്ക്ക് അറിയാമായിരിക്കും. അതോടൊപ്പം തന്നെ കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, പാർലമെൻറ്റിലേക്ക് മത്സരിച്ചിട്ടുണ്ട്, നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഈ 3 മത്സരങ്ങളിലും ഈ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള മത്സരം ഒന്ന് വ്യത്യസ്തമാവുന്നത് എങ്ങനെയാണ്? കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രാദേശികമായിട്ട് നമ്മൾ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് നമ്മുടെ വാർഡുകളിൽ നിന്നാണ്. വാർഡിലെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ ആ പ്രദേശവാസികളോടൊപ്പം ചേർന്നുകൊണ്ടാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായിരിക്കുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ, കുന്നമംഗലം നിയോജകമണ്ഡലത്തിൽ പെരുവേൽ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മത്സരിക്കാനുള്ള ഒരു അവസരം പാർട്ടി നൽകി. അതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ അഭിമാനമുള്ള, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ നമ്മുടെ തന്നെ നാട്ടിൽ നമ്മൾ കണ്ടു വളർന്ന ആളുകൾക്കരികിലൂടെ സഞ്ചരിച്ച് തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയൊരു അംഗീകാരം, നമ്മുടെ സ്വന്തം നാട്ടിൽ നമുക്ക് കിട്ടുന്നൊരു അംഗീകാരം. അത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടായ ഒരാളും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പാർട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് 2015 ഉത്തരവാദിത്വം ഏൽപ്പിച്ചതുമാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് നമ്മൾ ആദ്യമായിട്ട് സ്ഥാനാർത്ഥിയായതും ആദ്യമായിട്ട് നമ്മുടെയൊക്കെ പോസ്റ്ററുകളും ഫ്ലക്സുകളുമൊക്കെ നമ്മുടെ വാർഡുകളിൽ നമ്മുടെ നാട്ടിൽ വരുന്നതുമൊക്കെ ഒരു വലിയ കൗതുകത്തോടു കൂടി നോക്കി നിന്ന ഒരാളാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒരു തെരഞ്ഞെടുപ്പ് സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് പാർട്ടി കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ആ പ്രവർത്തകൻ മുദ്രാവാക്യം വിളിക്കാനും വീടുകൾ കയറാനും സ്ക്വാഡ് കയറാനും പാർട്ടിയുടെ താഴെ തട്ടിലുള്ള പ്രവർത്തകരാണ് ഏറ്റവും ശക്തമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനകത്തേക്ക് മത്സരിക്കുന്നത്. അതൊരു വലിയ ഊർജ്ജമാണ്. മുന്നോട്ടുള്ള രാഷ്ട്രീയ ജീവിതത്തിൽ അത് ഒരു വലിയ മുതൽക്കൂട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ഞാൻ വന്നത് പാർലമെൻറ്റിലേക്കാണ്. അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് പലപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സംയോജിത പദ്ധതികൾ കൂടുതലായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെൻറ്റേഷൻ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് ഇരുന്നത് കൊണ്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പാർലമെൻറ്റ് അംഗമാവാൻ ശ്രമിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും സാധിച്ചു. അപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള ജീവിതത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട് വരുമ്പോൾ അത് ഭാവിയിൽ അങ്ങനെ വരുന്ന ആളുകൾക്ക് ഒരു നല്ല നേട്ടം തന്നെ ഉണ്ടാകും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കാം. ഈ ബ്ലോക്ക് പഞ്ചായത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ ഗ്രാമപഞ്ചായത്ത് ആളുകൾ നിരന്തരം പോകുന്നതാണ്. ഈ ജില്ലാ പഞ്ചായത്തും പിന്നെ നമ്മൾ മൊത്തം ജില്ലയെ നോക്കുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പറയും. പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പൊതുവെ രണ്ടിനും ഇടയിലുള്ള ഒരു ബ്ലോക്കായി കിടക്കുന്ന എന്നാണ് പൊതുവെ പറയാറുള്ളത്. പക്ഷേ ഈ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാരിൻ്റെ പലതും ഈ ബ്ലോക്ക് തലത്തിൽ ആണ് കാര്യങ്ങൾ അല്ലേ. ഇപ്പോൾ ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ടെല്ലാം ബ്ലോക്ക് ആണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് വലിയ പ്രാധാന്യം ഉണ്ടല്ലേ? അതെ. കാരണം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പ്രാദേശികമായിട്ട് ഗ്രാമപഞ്ചായത്ത് അനിവാര്യ ചുമതലകളുള്ളതാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തം ജനന മരണ രജിസ്ട്രേഷൻ ഉൾപ്പെടെ ദൈനംദിനമായിട്ട് വരുന്ന കാര്യങ്ങളിലൊക്കെ ഡയറക്റ്റ് ഇടപെടുന്നത് ഗ്രാമപഞ്ചായത്തുകളാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളെ സംബന്ധിച്ച് ഇപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ നിരവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്തിലൂടെയാണ് ഇംപ്ലിമെൻറ്റേഷൻ വരുന്നത്. പിന്നെ ഇത് ജനകീയമാക്കി മാറ്റുക എന്നുള്ളത് ഓരോ ഭരണസമിതിയുടെയും നിലപാടിനനുസരിച്ച് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യത്യസ്തമായിരിക്കുന്ന ഒരുപാട് ഇന്നോവേറ്റീവ് പദ്ധതികൾ ചെയ്താണ്. തൊഴിൽ സംരംഭക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ കൈവരിക്കാൻ സാധിച്ചതാണ്. മികച്ച പരിശീലനങ്ങൾ ഗ്രാമപഞ്ചായത്തിൽ 8 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ്. 8 ഗ്രാമപഞ്ചായത്തുകളിൽ ഒരുപാട് വികസന പദ്ധതികൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു ഗുണമുള്ളത്, ഇപ്പോൾ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില പദ്ധതികളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റുന്ന പദ്ധതികളുണ്ട്. അപ്പം അവർ തമ്മിലുള്ള ഒരു പരസ്പരമായിരിക്കുന്ന ഒരു അംഗീകാരവും പരസ്പരമുള്ള ഒരു ബഹുമാനം കൂടി ചേരുമ്പോഴാണ് ഇത് സുഗമമായിട്ട് പോവുക. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന സമയങ്ങളിൽ ആ പ്രദേശത്തെ ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം
പഞ്ചായത്ത് ഭരണസമിതിയെ പോലെ തന്നെ ഞാനിരുന്ന കാലഘട്ടത്തിലെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയിലെ അംഗങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ഗ്രാമസഭകളിൽ, ഞങ്ങളുടെയൊക്കെ ഗ്രാമസഭകളിൽ സാധാരണ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കാറ്. പക്ഷെ ഞങ്ങളുടെയൊക്കെ പ്രദേശങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അത് നിർദ്ദേശം കൊടുക്കും. ഭരണസമിതി, കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ കൂടി അതിനകത്ത് അവർക്ക് വോട്ടവകാശം, ഭരണസമിതിയെ തീരുമാനിക്കുന്നതിൽ വോട്ടവകാശമില്ല, പക്ഷേ മറ്റ് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അതിനകത്ത് അവകാശമുണ്ട്, അതിൽ വോട്ടവകാശമുണ്ട്. ഞങ്ങൾ ജില്ലാ പഞ്ചായത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ പങ്കെടുക്കുന്ന പോലെ. അപ്പം അങ്ങനെ വരുന്ന സമയങ്ങളിൽ ഇതിനെ കൂടുതൽ ജനകീയമാക്കാനും കൂടുതൽ എന്താ പറയുക സുന്ദരമാക്കാനും ഒരു പരിധിവരെ ഭരണസമിതി തീരുമാനമെടുത്താൽ സാധിക്കും. അതുതന്നെയാണ് ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ ഈ KPCC വൈസ് പ്രസിഡന്റ് എന്ന പുതിയ ചുമതലയാണ്. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിന് എവിടെയാണ് പ്രധാനമായി ചുമതല നൽകിയിരിക്കുന്നത്? ഇപ്പം എന്നെപ്പോലെ ഒരു സാധാരണ ഗ്രാമീണ മേഖലയിൽ നിന്ന് വളർന്നു വന്ന ഏറ്റവും താഴെത്തട്ടിൽ ഒരു പട്ടികജാതി സമുദായത്തിൽ നിന്ന് ജനിച്ചു വളർന്ന എന്നെപ്പോലെയുള്ള ഒരാൾക്ക് KPCCയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വരെ നൽകിയ പാർട്ടിയാണ്. ഇപ്പോൾ ചാർജ് തന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയാണ്. ഇപ്പോൾ പാർട്ടി ഏത് ജില്ലയിലാണോ നമുക്ക് ഉത്തരവാദിത്വം നൽകുന്നത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. ഇപ്പം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്കൊരു വലിയ ആവേശമാണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ അമ്മമാരെയും അതേപോലെ തന്നെ കുടുംബാംഗങ്ങളെയും ഒക്കെ നേരിട്ട് സംവദിക്കാനും നേരിട്ട് അവരുമായിട്ട് അല്പസമയം ചെലവഴിക്കാനൊക്കെ കഴിയുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കുടുംബയോഗങ്ങളാകട്ടെ അതേപോലെ തന്നെ സ്ക്വാഡ് വർക്കുകളാകട്ടെ അതൊക്കെ മനോഹരമായി ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. അപ്പോൾ അതൊരു വലിയൊരു ആവേശം തന്നെയാണ്. കണ്ണൂരും ബാക്കി പാർട്ടിയും മുന്നണിയും തരുന്ന ഷെഡ്യൂളിനനുസരിച്ച് നമ്മൾ പറയുന്ന ജില്ലകളിൽ പോകണമല്ലോ. അപ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ അവർ തരും. തെരഞ്ഞെടുപ്പെന്ന് പാട്ടുകാലം കൂടിയാണല്ലേ? അതെ 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 നമ്മളെ സംബന്ധിച്ച് അല്ല, എന്നെ ജീവിതത്തിൽ എല്ലാ ദിവസങ്ങളിലും പാട്ട് പാടാത്ത ഒരു വേദി പോലും നാളിതുവരെയായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായ നിമിഷം മുതലാണ് നിങ്ങളെല്ലാവരും എന്നെ കാണുന്നത് എങ്കിൽ അതിൻ്റെ മുൻപിലാണെങ്കിലും നമ്മുടെ പാർട്ടിയുടെ ഉത്തരവാദിത്തങ്ങളാണെങ്കിലും നമ്മൾ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളിലൊക്കെ പാട്ടും പ്രസംഗവും നമ്മുടെ കൂടെയുള്ളതാണ്. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് കേൾക്കാനും കാണാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഇപ്പം നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം വന്ദേ ഭാരതിനകത്ത് ഒരു ഗീതം ആലപിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം നമ്മളെല്ലാവരും പറയുന്നത് വേദികൾ നമ്മൾ നോക്കണം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വേദിയിൽ പോയിട്ട് എനിക്ക് കോൺഗ്രസ്സാണ് ഭാരതത്തിൻ എന്ന് പറയുന്ന ഗാനം നമുക്ക് പാടാം. പക്ഷെ നേരെ മറിച്ച് ഒരു ഔദ്യോഗിക പരിപാടിയുടെ വേദികളിലാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു മതേതരത്വമായി അതൊരു പൊതു ഇടമാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് നോക്കിയിട്ടൊക്കെ പാടുക അല്ലെങ്കിൽ അതൊക്കെ ഒരു ശ്രദ്ധിക്കുക എന്നുള്ളത് സർക്കാർ സംവിധാനത്തിലും രാഷ്ട്രീയവും പൊതുവായിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളൊക്കെ അത് ശ്രദ്ധിക്കണം. രാജ്ഘട്ടിൽ ബാപ്പുജി, വീർഭൂവിൽ രാജീവും, ശക്തിസ്ഥലിൽ ഇന്ദിരയും, ധീര രക്തസാക്ഷികൾ, നിണമണിഞ്ഞ വഴികളിൽ ഞങ്ങളുണ്ട് പിന്മുറ, നിങ്ങൾ തൻ കിനാക്കളെല്ലാം ഞങ്ങൾ സഫലമാക്കിടും. കോൺഗ്രസ്സാണു ഭാരതത്തിൻ മർത്യകോടി, നെഞ്ചിലേറ്റി ചോര നൽകി ജീവനേകി കാത്തുവെച്ച സാന്ത്വനം. കാരണം അവർ കണ്ടിരുന്ന സ്വപ്നങ്ങൾ, അവർ നേടിയെടുത്ത ആ സ്വപ്നങ്ങൾ, ആ രാജ്യത്തിൻ്റെ മതേതരത്വം, അത് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ രാജ്യത്തിന് ഉതകുന്ന രീതിയിൽ ഞങ്ങൾ കാത്തു സൂക്ഷിക്കാമെന്നുള്ള വലിയൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ടിറങ്ങുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഗോദയിൽ രമ്യ ഹരിദാസും സജീവമായി ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ഈ UDFൻ്റെ ഈ വിജയത്തിനായി കണ്ണൂരാണ് രമ്യയ്ക്ക് കോൺഗ്രസ് ചുമതല നൽകിയിരിക്കുന്നത്. സാജിദ് ഇസ്മൽ, മീഡിയ 1, പാലക്കാട്.